അതാ അങ്ങോട്ട് നോക്കൂ. കിഴക്കൻ ചക്രവാള സീമയിലതാ ആകാശം വെള്ള കീറി. എന്തുവാടാ ഇത്? വെള്ള കീറിയതാ. നിങ്ങളവിടെ ആകാശം വെള്ള കീറിയില്ലേ? അത് ഞാൻ വായം കൊണ്ട് ഉറപ്പിച്ചതാ. മിമിക്രി. അല്ല, ഇത് കഥാപ്രസംഗം അതാ മിമിക്രിയോ? കഥാപ്രസംഗം. അതറിയാലോ. പ്രിയമുള്ളവരെ ക്ഷമിക്കണം, നമുക്ക് കഥ തുടരാം. അതാ അങ്ങോട്ട് നോക്കൂ. കേബിൾ ടിവിയുടെ ഓഫീസ് അടച്ചുപൂട്ടി നടന്നു വരികയാണ് നമ്മുടെ കഥാനായകൻ ജോർജ് കുട്ടി. അങ്ങനെ അദ്ദേഹം നടന്ന് നടന്ന് വീട്ടിലേക്ക് കയറിയതും അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിവിറച്ചു. എന്താണ് ആ കാഴ്ച? 20 വയസ്സ് മാത്രം പ്രായമുള്ള അരുൺ എന്ന ചെറുപ്പക്കാരനെ വരുൺ എന്ന ചെറുപ്പക്കാരനെ തലക്കടിച്ച് കൊന്നിട്ടിരിക്കുന്നു. അടി 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 തലക്കടിച്ച് കൊന്നല്ലോ. അടി 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 തലക്കടിച്ച് കൊന്നല്ലോ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? എന്താടാ? എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് വരുണിനെ അടിച്ചിട്ടിരിക്കുന്നതെന്ന്? നമ്മുടെ കഥാനായകൻ ജോർജ് കുട്ടി അല്ല, പിന്നെ നമ്മുടെ സഹദേവൻ. സഹദേവനോ? അയ്യോ, പോർന്ന്. ഓ, നമ്മുടെ ജോർജ് കുട്ടിയുടെ ഭാര്യ. അതെ. അങ്ങനെ നമ്മുടെ വരുൺ അവിടെ ചോര വാർന്ന് കിടക്കുമ്പോഴാണ് അതാ അപ്രതീക്ഷിതമായി ജോർജ് കുട്ടിയുടെ വീടിനെ ലക്ഷ്യസ്ഥാനമാക്കി ഒരു പോലീസ് ജീപ്പ് കടന്നു വന്നത്. അയ്യോ, കൂവിയതല്ല, ഞാൻ പോലീസ് ജീപ്പിന്റെ സൗണ്ട് ഉണ്ടാക്കിയതാ. അങ്ങനെ പോലീസ് ജീപ്പ് അവിടെ ചവിട്ടി നിർത്തിയതും അതാ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ആരാണെന്ന് നോക്ക്.